തൃശൂരിൽ ലൈഫ് ഗാർഡുമാർ ഓഫീസിൽ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അഴീക്കോട് മുതൽ ചാവക്കാട് വരെയുള്ള തീരദേശ മേഖലയെയും മത്സ്യത്തൊഴിലാളികളെയും സംരക്ഷിക്കാനുള്ള ലൈഫ് ഗാർഡുമാരാണ് മദ്യപിച്ചത്. മദ്യപിക്കുന്നതും അബോധാവസ്ഥയിൽ ഓഫീസിൽ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീരദേശ മേഖലയ്ക്ക് സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നാണ്, ലൈഫ് ഗാർഡുമാരുടെ ഭാഗത്തു നിന്നാണ് ഈ രീതിയിലുള്ളൊരു പ്രവർത്തനം ഉണ്ടാകുന്നത്. ഓഫീസിൽ മദ്യപിക്കുന്നു, അതും ഡ്യൂട്ടി ടൈമിൽ. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപത്തെ ദൃശ്യങ്ങളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കേണ്ടതാണ്. ആ രീതിയിലുള്ളൊരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ? കഴിഞ്ഞ സർക്കാരിന്റെ അവസാന നാളുകളിൽ വന്നിട്ടുള്ള സംഭവിച്ച ദൃശ്യങ്ങളാണ്, അസംഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത് നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ മേശവലിപ്പിലും അതിന്റെ താഴത്തെ സ്പേസിലും ഒക്കെ ഈ ഒരു വളരെ വ്യക്തമായിട്ട് തന്നെ കുപ്പികൾ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. ഫയലുകൾ സൂക്ഷിക്കേണ്ട ഇടമാണ്, അതല്ലെങ്കിൽ മറ്റു പരാതികൾ സൂക്ഷിക്കേണ്ട ഇടമാണ്. ആ ഇടത്താണ് മദ്യക്കുപ്പികൾ, കാലിക്കുപ്പികളൊക്കെ കണ്ടെടുക്കുന്നത്. അതും ഇത്ര വലിയ, അതായത് ഈ അഴീക്കോട് മുതൽ ചാവക്കാട് വരെയുള്ള ഇതുമായി ബന്ധപ്പെട്ട്, കടൽ തീരവുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്ന ലൈഫ് ഗാർഡുകളുടെ കൺട്രോൾ റൂമിലാണ് ഈ കാഴ്ച. അത് പ്രത്യേകിച്ചും ഈ കടലിൽ ആപത്തുണ്ടാകുന്ന ആളുകളെ സംരക്ഷിക്കാൻ 24 മണിക്കൂറും സജ്ജമായിരിക്കേണ്ടുന്ന ആളുകൾ തന്നെയാണ് ലൈഫ് ഗാർഡുകൾ. അവരുടെ ഇടമാണ് ഈ ഓഫീസാണ്, കൺട്രോൾ റൂമിലാണ് ഈ മദ്യക്കുപ്പികൾ കണ്ടതും അതുപോലെ മദ്യപിച്ച് ലെക്ക് കെട്ടിക്കിടക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടത് എങ്ങനെയാണ്. ഇത് ഡ്യൂട്ടി ടൈമിലാണെന്ന് ഓർക്കണം. 100% ഫിഷറീസ് മേഖലയെ സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അതിന് വിപരീതമായിട്ടാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അതും നേരത്തെ തന്നെ അതായത് പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ ഒരു കാഴ്ചകൾ ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഇത് ഒരു ദൃശ്യത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോണിൽ പകർത്തിയുള്ള ഒരു ദൃശ്യമാണ് പുറത്തായിരിക്കുന്നത്. അത് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു സമയത്തെടുത്തിട്ടുണ്ടാകുന്ന വീഡിയോ ആയിരിക്കാം. പക്ഷേ സമയങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ലൈഫ് ഗാർഡുമാരുടെ കൺട്രോൾ റൂമിൽ ഇത്തരം സംഭവങ്ങൾ നിത്യസംഭവമായി മാറുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പരിശോധന വേണം. നിലവിൽ നടപടിയിലേക്കൊന്നും പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഈ ദൃശ്യങ്ങൾ വന്ന ശേഷം, ഇത് വാർത്തയായ ശേഷം മറ്റു നടപടിക്രമങ്ങൾക്കുള്ള സാധ്യത ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. പ്രത്യേകിച്ചും കടലിൽ ആപത്തുണ്ടാകുന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ, ലൈഫ് ഗാർഡുകൾ, അവര് ഇങ്ങനെ മദ്യപിച്ച് ലെക്ക് കെട്ട ഡ്യൂട്ടി ടൈമിൽ, അതും 24 hours-ഉം. തീർച്ചയായും അതാണ് കാരണം. ഒരു പക്ഷേ അവർ കരുതുന്നത് ആ ഒരു സമയത്ത്, പ്രത്യേകിച്ചും ഇതുപോലുള്ള ചുമതലകളിലുള്ളവർക്ക് പലപ്പോഴും രാത്രി സമയങ്ങളിൽ ഇങ്ങനെ ഈ നൈറ്റ് ഡ്യൂട്ടികൾ എന്ന് പറയുന്നത് വിശ്രമിക്കാനുള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ ഇതുപോലെ മദ്യപിക്കാനുള്ളൊരു സാഹചര്യമായി പല സർക്കാർ ഓഫീസുകളും മാറുന്നുണ്ട്. ഇതൊരു പ്രശ്നം വന്നു കഴിയുമ്പോഴാണ്, അതായത് ഇനി തീരദേശ മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുന്നവർക്ക് എങ്ങനെ തൊഴിൽ ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ പ്രവർത്തിക്കുന്നവരെ, അതായത് അവരുടെ ഈ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി ഇത്തരം ഓഫീസുകളിൽ മദ്യപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതാണ്. ഒരു താക്കീതായി ഇവർക്കെതിരെ നടപടി അനിവാര്യമാണ്. ആ രീതിയിലുള്ളൊരു നടപടിയെക്കുറിച്ച് അല്ലെങ്കിൽ ആരുടെയും ഭാഗത്തുനിന്നൊരു പരാതി വകുപ്പിന് ലഭിച്ചിട്ടുണ്ടോ? സൂചിപ്പിച്ചതുപോലെ അടിയന്തര പ്രാധാന്യത്തോടെ
രാത്രിയോടെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ലൈഫ് ഗാർഡ് എവിടെ പോയി, അതല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടുന്ന ആളുകൾ എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാകുന്നത്. ആ സമയത്തായിരിക്കും ഒരു പക്ഷേ ഇവര് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ എത്തുന്നതും അങ്ങനെ ആയിരിക്കാം. പക്ഷേ അതിനുശേഷവും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ജീവൻ രക്ഷിക്കേണ്ടത്, ഈ ആപത്തിൽപ്പെടുന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കേണ്ടുന്ന സാഹചര്യമില്ലേ? അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ഈ വലിയ ക്രൈസിസിൽ എത്തുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ എങ്ങനെയാണ് ഇതിനോട് റിയാക്ട് ചെയ്യുക, അതല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് കൃത്യമായി സംഘടിപ്പിക്കാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ചോദ്യചിഹ്നമാകുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം കോവളത്ത് 5 യുവാക്കൾ കടലിൽ പോയ സംഭവത്തിൽ ഒരു ലൈഫ് ഗാർഡ് വളരെ ഈസി ആയിട്ട് വന്ന് പറഞ്ഞു, ഞാൻ അവരോട് പോകാൻ പറഞ്ഞതാണ്, ആ ഭാഗത്തേക്ക് പോകരുതെന്ന് പറഞ്ഞതാണ് എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് ഉയർന്നു വന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇറങ്ങാൻ പാടില്ലാത്ത ഇടങ്ങളിൽ ഇവര് ഇറങ്ങിയ സമയത്ത് ലൈഫ് ഗാർഡ് കണ്ടില്ല, അതല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ ആ സമയത്ത് സജ്ജമായി ആളുകൾ ഉണ്ടായിരുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ. ആ സമയത്തും ഇത് വലിയ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുൻപായിരിക്കണം ആ സംഭവം ഉണ്ടായത്. അന്ന് വലിയ ഇത്തരത്തിൽ ലൈഫ് ഗാർഡുകളുടെ ഇടപെടലുകൾ, അല്ലെങ്കിൽ അവര് കർമ്മനിരതരാണോ, പ്രവർത്തന നിരതരാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദ്യമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങളിലേക്ക് കടക്കുമ്പോഴും ഇങ്ങനെ ഈ അങ്ങേയറ്റം അനാസ്ഥയാണ്. പ്രത്യേകിച്ചും ഡ്യൂട്ടി ടൈമിൽ അഴീക്കോട് കൺട്രോൾ റൂമിൽ നിന്നുള്ള വിഷ്വലാണ് നമ്മൾ കാണുന്നത്. അത് ചാവക്കാട് മുതൽ അഴീക്കോട് വരെയുള്ള കടൽ തീരത്തെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടുന്ന ആളുകളാണ് അവിടെ കുടിച്ച് ബോധമില്ലാതെ, അതും ഡ്യൂട്ടി ടൈമിൽ ബോധമില്ലാതെ കിടക്കുന്നത് നമ്മൾ കാണുന്നത്. ഈ 24 hours സജ്ജമായിരിക്കേണ്ടുന്ന ഒരു ഇടം കൂടിയാണ്. ഏത് സമയത്തും കടലിലാകട്ടെ മത്സ്യത്തൊഴിലാളികൾക്കാകട്ടെ അവർക്കൊക്കെ ആപത്തുണ്ടാകാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് കർമ്മനിരതരായിരിക്കേണ്ടുന്ന ആളുകളാണ് ഈ തരത്തിലുള്ള അത് ഈ മദ്യപിക്കുന്നതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ടിവിറ്റീസിൽ ഇടപെടുന്നതോ ഒക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണെന്ന് പറയുമ്പോഴും ഇത് ഡ്യൂട്ടി ടൈമിലാണ്, ഡ്യൂട്ടി ചെയ്യുന്ന ഇടത്താണ്, ഓഫീസിലത്തെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിലും നമ്മൾ കണ്ടതാണ്, ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്, ഈ ഡ്രോയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിന് താഴത്തെ ക്യാബിനറ്റിലൊക്കെയും മദ്യക്കുപ്പികൾ നിറച്ചു വെച്ചിരിക്കുന്നത്, ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ നിറച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊരു ഇത്തരത്തിലൊരു വിശ്രമ കേന്ദ്രമായി, അതല്ലെങ്കിൽ ഇങ്ങനെ മദ്യപിച്ച് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇടമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ടോം, യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇതുപോലുള്ള രീതികൾ, പെരുമാറ്റ രീതികൾ നടത്തുന്നവർക്കെതിരെ, അത് എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും അല്ലെങ്കിൽ താഴേക്കിടയിലോ ജീവനക്കാരാണെങ്കിൽ പോലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.